നമ്മളൊരു പറക്കുന്ന അണ്ണാനെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇഗ്വാനെ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാം. അതിന്റെ വില ഏകദേശം 18,000 രൂപയാണ്. എന്താണെങ്കിലും ഗൈസ് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. നമ്മളിപ്പോ ഒരു സാധനത്തിന് മേടിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പറക്കുന്ന അണ്ണാൻ. നിങ്ങൾ ആരെങ്കിലും പറക്കുന്ന അണ്ണാൻ മേടിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളൊരു പറക്കുന്ന അണ്ണാനെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും അണ്ണാൻ എവിടെ നിന്നല്ല. ജുവനെ കൂടെ കാണിച്ചു കൊടുത്ത അണ്ണാൻ ഇടാനുള്ള പറക്കുന്ന അണ്ണാൻ ഇടാനുള്ള കൂടാണ്. ബ്ലൂ കളർ കൂടുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ വേറെ സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. ഓസ്കാർ. ഓക്കെ കാണിക്കൂ. കമോൺ. നമ്മളൊരു ഓസ്കാറിനെ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നമ്മൾ ഓസ്കാറിനെ മേടിക്കാൻ പോയതാണ് നമ്മൾ പറയും. പക്ഷെ വീട്ടുകാർ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനത്തിന് എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ നിങ്ങളും വിചാരിക്കുന്നുണ്ട് ഈ സാധനം എവിടെയെന്ന്. സാധനം ചെയ്തുണ്ടോ? ഇപ്പൊ എന്റെ ഹുഡിന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ നിങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല. ഇതിനകത്ത് ഇരുന്ന് ആൾ ഉറങ്ങുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ഇച്ചിരി കാണിച്ചു തരാം കേട്ടോ. ഒരു സ്വല്പം കാണിച്ചു തരാം. അപ്പം ഈ സാധനം എന്റെ പോക്കറ്റിലുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഓസ്കാറിനെ എടുത്തിടും. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്ന ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ പോലെ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ലല്ലോ. എന്നിട്ട് നമ്മൾ വീട്ടുകാർ സർപ്രൈസ് ചെയ്യും അല്ലെ? എന്തായിരിക്കും റിയാക്ഷൻ? അത് മാത്രമല്ല എനിക്ക് ചേച്ചി മിക്കാറും ഇതിനെ പൊക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മേടിക്കാൻ പറഞ്ഞ ഒരു സാധനമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മേടിച്ചത്. അതുപോലെ എനിക്ക് പേഴ്സണലി ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കടയിലാണെങ്കിൽ തന്നെ ഞാൻ എടുത്ത് ഇതിനെ കൈ വെച്ചപ്പോഴേക്കും ഉമാർ ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് ഭയങ്കര ക്യൂട്ടാണ്. കാര്യം ഇങ്ങനെ ഉറങ്ങുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടല്ലേ? എസ്പെഷ്യലി കുഞ്ഞു പിള്ളേര് ഉറങ്ങുമ്പോൾ ഭയങ്കര ക്യൂട്ടല്ലേ? എന്ത് സാധനങ്ങൾ ഉറങ്ങുന്നതാണായിട്ട് ഭയങ്കര രസമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ജോലി സാധനം കേട്ടാ പേഴ്സണൽ ഒപ്പീനിയൻ. ജോനോട് ഞാൻ കടയിൽ ചോദിച്ചാൽ ജോന് മേടിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പം പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്താൽ ജോബിൻ ഫ്രീ ആയിട്ട് എടുക്കാന്ന്. ഗൈസ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ആക്കട്ടെ. നമ്മുടെ പറക്കുന്ന അണ്ണാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ സാധനത്തിനെ കാണിച്ചു തരാം. മമ്മിയേ വന്നേ. സമയം ഇപ്പോൾ 5:15 ലൈറ്റ് പൊക്കോണ്ടിരിക്കണം കേട്ടോ. എല്ലാവരും ബാ, ചേച്ചി നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. കാണണം ഗൈസ്, പറയത് ഇപ്പൊ കാണണം. ഒന്നും അറിയാത്തത് പോകുന്നു, വണ്ടിയെ പോയി നോക്കുന്നു. നമ്മൾ സാധനത്തിന് മേടിച്ചു വന്നിട്ടുണ്ട്. വന്നേ ജീവനുള്ള ആയിരിക്കുമല്ലോ. നമ്മുടെ ഓസ്കാർ ചത്തു പോയതുകൊണ്ട് നമ്മളൊരു ഓസ്കാറിനെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഓസ്കാറിനെ അക്കരത്തിൽ ആരാപ്പമ്മ കൊടുത്തില്ല. ഇതിന് ഓസ്കാറിനെ കാണിച്ച ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ചേച്ചിക്ക് ഇത് ഓസ്കാർ ഒന്നും അറിയത്തില്ല. ഗോൾഡ് ഫിഷോ ഇല്ല, ഇനിയൊന്നുമില്ല. അപ്പൊ എന്താണ് നമുക്ക് ഇതിനെ കൊണ്ട് നമ്മുടെ അരാപ്പമ്മയുടെ കൊടുത്തില്ല. ജോന് പറ അവിടെ ഉണ്ടായിരുന്നു വേണ്ടി ഞാൻ വണ്ടി കണ്ടോ. നമ്മുടെ ഓസ്കാറിന്റെ അക്വേറിയം കാണിച്ചു തരാം കേട്ടോ. പക്ഷേ നമ്മുടെ അരാപ്പമ്മയുടെ അക്വേറിയം കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചു. അതുപോലെ തന്നെ നിങ്ങളിപ്പോ അപ്പുറം കാണുന്ന ആറ്റുചെമ്പലിയാണ് ഇവിടെ. ഇത് കണ്ടോ, ഈ കാണുന്ന ആറ്റുചെമ്പലിയാണ്. ആറ്റുചെമ്പലിന്റെ ചൂണ്ട കിട്ടിയപ്പോഴേക്കും നമ്മൾ 2 നേതൃത്വം ഇട്ടായിരുന്നു. എന്നാൽ ഓസ്കാറിനെ പിടിച്ച് അതിലേക്ക് ഇടാം. നമ്മുടെ മുമ്പത്തിനേക്കാളും വലുതാ. ഇല്ലില്ല, ഇവിടെ ഇട്ടേടാ. അങ്ങനെ നമ്മുടെ ഓസ്കാർ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഇവിടെ മമ്മിക്കും പപ്പയ്ക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീൻ ആയിരുന്നു ഓസ്കാർ കേട്ടോ. അപ്പൊ നമ്മൾ ഓസ്കാർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിളിക്കൂട്ടിലോട്ട് പോകാം കേട്ടോ. ഇവിടെ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. അവരിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന്. എല്ലാവരും കൂട്ടിലോട്ട് കയറിയോ? എല്ലാവരും കൂട്ടി കയറിയോ? നമ്മൾ വേറെ സാധനത്തിനും കൂടെ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും റെഡിയാണോ? നമുക്ക് എന്തായാലും നമ്മുടെ കിളിക്കൂട് എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ സ്ഥലം. നമ്മുടെ ചോട്ടുമോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും അപ്പൊ ഇതാണ് നമ്മുടെ കിളിക്കൂട് എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും വലുതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് നിൽക്കാനായിട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ വേറെ സാധനത്തിനെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചേച്ചി ഓൾറെഡി സൈഡിൽ കൂടി എവിടെയോ കണ്ടു ഗൈസ്. അതിന്റെ പോക്കറ്റിലാണ്. ഒരു മിനിറ്റ്, ജീവനില്ലാത്തൊരു സാധനം. എന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഓക്കെ, ഇവര് പറയുന്നു ഹാംസ്റ്റർ ആണൊക്കെ. എന്താണെങ്കിലും ഗൈസ് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഇത് എന്താണ്. അപ്പൊ നിങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വാ ഇത് എന്ത് സാധനമാണ് കേട്ടോ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ട്രിക്സ്. അപ്പൊ നമ്മൾ ആ സാധനത്തിന് മേടിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ഉണ്ട്, ജിനോശാസിനുണ്ട്, ജോബിനുണ്ട്. നമ്മളിപ്പോ നേരെ പെറ്റ് ഷോപ്പിലോട്ടാണ് പോകുന്നത്. കോട്ടയത്തെ ഒരു കടയാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് ബാങ്കിലോ പൈസ ഇടാനാണോ ജോബിനെ? എടാ, നീ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിനക്ക് എന്തെങ്കിലും ഷെയർ ഉണ്ടോ? അങ്ങനെ സെക്കൻഡ് ഇൻകം എന്തെങ്കിലും ഉണ്ടോ? എനിക്കോ? എടാ, നീ ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ഏകദേശം 2 മില്യൺ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. സാധാരണ നമ്മൾ ട്രേഡിംഗ് കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇതെന്തെങ്കിലും പൈസ ചാർജ് ചെയ്തുള്ള പരിപാടിയൊക്കെ നൽകുന്നത്. ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്ത് ഡെലിവറി ട്രേഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ടിപ്സും ബിഗിനേഴ്സിനും വേണ്ടി ക്ലാസ്സുകളൊക്കെ എടുത്ത്. പക്ഷേ ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്ത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് വേണ്ട ടിപ്പുകളും കാര്യങ്ങളൊക്കെ അവരിടയ്ക്ക് പറഞ്ഞു തരും. ട്രെയിനിങ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഈ കോവിഡ് കാരണം ഷെയറിന്റെ പ്രൈസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനൊരു ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, MRFന്റെ ഷെയർ ഇത് 700 രൂപയായിരുന്നു പണ്ട്. ഇപ്പോഴാണെങ്കിൽ അത് 77,000 രൂപയാണ്. ബജാജിന്റെ ഷെയർ ഏകദേശം 5 രൂപയായിരുന്നു. ഇപ്പോൾ അത് 3,300 രൂപയാണ്. എടാ, അക്കൗണ്ട് എടുക്കുന്നത് വളരെ ഈസിയാണ്. നീ അക്കൗണ്ട് എടുക്കാനായിട്ട് നിനക്ക് വേണ്ടത് നിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ചെറിയ ചില ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ മതി. അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് കിട്ടുന്ന
പറ്റുന്നതാണ്. അത് മാത്രമല്ല 30 ദിവസം ബ്രോക്കേജ് ഫീസ് ഇല്ല. അതായത് നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും കമ്പനി പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ 400 രൂപ 500 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ 30 ദിവസം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയി നോക്കിയാൽ മതി. എല്ലാവരും മാസ്ക് എടുത്ത് വെച്ചേ. ഗൈസ്, അപ്പൊ നമ്മൾ കോട്ടയത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ സംക്രാന്തിയിലാണ്. ഇവിടെയാണ് നമ്മുടെ കട. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നന്നായി. ഇപ്പൊ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സാധനത്തിനെ കാണിച്ചിട്ട് പേഴ്സണലി എനിക്കും അതിനെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ. അപ്പം ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ സാധനത്തിനെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ വന്നോ? ചേട്ടൻ വന്നോണ്ടിരിക്കുന്നുള്ളൂ. ചേട്ടൻ സാധനത്തിന് എടുത്തോണ്ട് വരുവാണ് കേട്ടോ. ഗൈസ്, പിന്നെ എനിക്ക് മേടിക്കാൻ പ്ലാൻ ഉള്ള ഒരു സാധനമാണ്. എനിക്കൊരു ഓസ്കാർ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത്യാവശ്യം വലുത് കിടപ്പുണ്ട്. വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇതിന് മേടിച്ചാലോ? ഓസ്കാറിന് മേടിച്ചാലോ? ഇതിന് മേടിക്കാം കേട്ടോ ഗൈസ്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6 ഉണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ ഒരെണ്ണത്തിന് മേടിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പയ്മേലെ കൊടുത്തിടാൻ രസമായിരിക്കും. എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇട്ട് കഴിയുമ്പോഴേക്കും അത് കാണാൻ വേണ്ടി രസമായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന് ഒരെണ്ണത്തിന് മേടിക്കുവാണ്. ഇതിനൊക്കെ ഒരു ഗിനിപ്പന്നിയെ മേടിച്ചു തട്ടെ. ഓ, ഇതെന്താ ഇത് ഗൈസ്? ഇവിടെ ഒരു കുഞ്ഞു ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? എടാ, ഇതുണ്ടോ? ഇതിന് മേടിച്ചു തരട്ടെ. കോഴിക്കുഞ്ഞോ? വിട്ട് വെക്കാൻ എടുത്തു. നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ആള് നോക്കുവാണ്. അവന് മനസ്സിലായിട്ടില്ല സംഭവം എന്താണ്. പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ, നിന്നെ കൊണ്ടുപോകണോടാ? പാവത്താനാണ് കേട്ടോ. അവന് മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ കവറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ കേട്ടോ. എവിടെ ചേച്ചി ഇതിന്റെ ഇത് വല? അപ്പൊ നമ്മൾ മീനിനെ പിടിക്കാൻ പോകണം. എനിക്ക് ഉള്ളതിന് വലുത് ഇതാന്ന് തോന്നുന്നു ചേച്ചി. ഇതിനകത്ത് പിടിക്കാൻ പറ്റുമോ? അയ്യോ, ഇതിനകത്ത് അവനെ പിടിക്കുന്ന ഒരു ഇച്ചിരി റിസ്ക് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. തല കയറിക്കാൻ രക്ഷപ്പെട്ട്. ആ, പെർഫെക്റ്റ്. ചാടല്ലേ? ഒന്ന് കാണിച്ച് വീഡിയോ കാണിച്ചാൽ വെച്ചാൽ നമ്മൾ അത്യാവശ്യം വലുതിനെ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് പാലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അല്ല വലയിലെ കളറല്ലേ? കൊള്ളാമല്ലോ. കാണിച്ച് വീഡിയോ കാണിച്ച്. അപ്പോൾ അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. എന്തായാലും നമ്മൾ അരാപ്പയും ഇതിനൊന്നും ചെയ്യത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മീനെ മേടിച്ചുകൊണ്ട് ഇപ്പോൾ അക്കയർത്ത് വന്നിട്ട് ഇടയ്ക്ക് മീനുകളൊക്കെ തട്ടിയും മുട്ടയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഏഞ്ചലല്ലേ? ഏഞ്ചലിനെ കാണാൻ നല്ല രസമാണ് ജോയും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓസ്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി മേടിക്കാൻ വന്ന സാധനം ഇതൊന്നും അല്ല. അപ്പോൾ ചേട്ടൻ നമ്മളിത് പാക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ ചേട്ടൻ വരുമെന്ന് വിചാരിക്കാം കേട്ടോ. അല്ലേ? വരും വന്ന് കഴിയുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ സാധനത്തിന്. ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനമായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അപ്പുറം എത്തിയിട്ടുണ്ട്. ഇതിനൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പുറം എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും? എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? അവിടെ അപ്പുറം റോഡിന് സൈഡ് മറാഠിയുടെ സാധനമായിട്ട് വരുന്നുണ്ട്. ജോവനെ, ഞാൻ പറഞ്ഞ സാധനം എന്നായിരുന്നു? പോക്കറ്റ് മങ്കി. ജോവനായിട്ട് പോക്കറ്റ് മങ്കിയാണ് കേട്ടോ. പോക്കറ്റ് മങ്കിനായിട്ട് ചേട്ടൻ എത്തി. കൂടുതലായിട്ടാണോ ദൈവമേ? അപ്പോൾ നമ്മുടെ സാധനത്തിനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. കേട്ടോ, ഞാൻ പറയുമ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടിരിപ്പുണ്ട്. ഇവൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇവൻ ഉറങ്ങാൻ പോകണോ? അയ്യോടാ. അപ്പൊ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനം കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോഴേക്കും ഈ കളറും ഈ തുണിയുടെ ഇതുമായിട്ട് ഇവനൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ സാധനം. ഇവന്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ കേട്ടോ. അപ്പൊ ഞാൻ വളരെ വൃത്തിയായിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. എന്താടാ ഇത് ബേബി കേട്ടോ. ഇവൻ ഇവൻ താഴെപ്പോലെ കേട്ടോ. ദൈവം നോക്കുന്നുണ്ട്. ഭയങ്കര രസമല്ലേ? ഞാൻ എന്തായാലും ഇവനെ കയ്യിലൊന്നും മേടിക്കാണ് കേട്ടോ. ഈ കടിയോ? ഇവന് ഇച്ചിരി എന്തൊക്കെയോ ഒച്ച കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പയ്യെ പേടിപ്പിക്കാൻ എടുക്കുവാണ്. ഇവന്മാരുടെ പ്രത്യേകത വെച്ചാൽ ഇവന്മാർ ഉറക്കത്തിന്റെ ആശാമാരാണ് കേട്ടോ. ഭയങ്കര ഉറക്കമാണ്. ഇപ്പം ഞാൻ കയ്യിൽ ഇങ്ങനെ അടച്ചു പിടിച്ചേക്കുമല്ലേ. ഇപ്പം 2 മിനിറ്റുള്ളിൽ ഉറങ്ങിപ്പോകും. കണ്ടാണേ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അത് നോക്കുന്നുണ്ട് എന്നെ. എന്നാടാ നോക്കുന്നത്? അയ്യോ, എനിക്ക് തന്നെ പേടി വരുമ്പോഴേക്കും ഇവന്മാരുടെ ഒച്ച കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനധികം പേടിപ്പിക്കുന്നില്ല. ഇവൻ ഓൾറെഡി ടേംഡ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ. ഞാൻ നിന്റെ അടുത്ത് പോക്കറ്റ് മങ്കി എന്ന് പറയുമ്പോഴേക്കും നീ വിശ്വസിച്ചില്ലായിരുന്നോ? ഇതിനെ കണ്ടൊരു മങ്കിയുടെ ഷേപ്പ് ആക്കില്ല. നോക്കി, എടാ, ഇത് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്ന സാധനമാണ്. നീ സാധനത്തെ കണ്ടോട്ടോ ഇതിനുണ്ട്? എലിയുടെ മുഖം. ആക്ച്വലി ഇത് ഷുഗർ ഗ്ലൈഡർ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും വീഡിയോ ചെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് എടാ, ഇത് പറക്കുന്ന അണ്ണാന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അത് തന്നെ. ആ ഒരു ജനസി വരുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേരിനെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ കാണാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. നമ്മളിതിനെ പേടിപ്പിക്കുന്നില്ല. നമ്മളിവനെ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുവാണ്. അവൻ്റെ അതിനകത്ത് തന്നെ കയറ്റി വെച്ചേക്കുവാണ്. അടിപൊളി. ഓക്കെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ പാക്ക് ചെയ്യാം. ഇതിന് പാക്ക് ചെയ്യണല്ലോ, ഇങ്ങനെ ഉണ്ടായാൽ മതി അല്ലേ? ഓ, ഓ ഗൈസ്, ഇതിന്റെ പോക്കറ്റ് സെറ്റാണ് കേട്ടോ. പൈനാപ്പിൾ കുഞ്ഞൂറിന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ തൊമ്മന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് പൈനാപ്പിൾ കുഞ്ഞൂറിന്റെ ഹാൻഡ് സീഡ് കുഞ്ഞുങ്ങളാണ്. ഇതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാര്യം ഞാൻ കുറെ നാൾ കൂടി മേടിക്കാൻ വേണ്ടി ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് അവസാനം കൈ കിട്ടിയിട്ട് ജോലി കുറെ മേടിക്കണം. എടാ, ഈ സാധനം നല്ല അടിപൊളിയായിട്ട് ഇണങ്ങും. നമ്മുടെ വേറെ കയറി നടക്കും. അപ്പൊ ചേട്ടൻ അതിനെ വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുവാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇതുവരെ ഇതിനെ മേടിച്ചിട്ട് വളർത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ അറിയണം. നമ്മൾ ഇവനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? സിർലാക്ക് അതെങ്ങനെ കൊടുക്കണം? നമ്മൾ ലൈറ്റ് ആയിട്ട് കലക്കിയിട്ട് വെച്ച് കൊടുത്താൽ
നമ്മൾ സിറിഞ്ച് കൊടുക്കണം? സിറിഞ്ച് കൊടുക്കണ്ട, തന്നെ വന്ന് കഴിച്ചോളൂ. തന്നെ കഴിച്ചോളൂ. പിന്നെ ഫീഡ് ചെയ്യാന്ന് ചെയ്യുമ്പോൾ കുക്കുംബർ, പിന്നെ ഇവിടെ ചിക്കൻ പുഴുങ്ങിയിട്ട് വെറും പച്ചക്ക് പുഴുങ്ങിയിട്ട് ചെറിയ സ്ലൈസ് ആക്കി വെച്ച് കൊടുക്കാം, കഴിക്കും. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കാം. പുളിയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കരുത്. അതായത് നമ്മുടെ ആപ്പിളൊക്കെ കഴിക്കും. ആപ്പിൾ കൊടുക്കാം. അതായത് പുളിയുള്ള ഓറഞ്ച് കൊടുക്കാൻ പറ്റും. വെള്ളം അത് കൊടുക്കാം. വെള്ളം അതിപ്പോ കുറച്ച് കൊടുക്കാം. ബേക്സ് അല്ലെങ്കിൽ പണി കിട്ടും. ആശാലം പൊടിച്ചിട്ട് കൊടുത്താൽ അത് കഴിക്കും. ഓക്കെ, അടിപൊളി. അങ്ങനെയാണ് നമുക്ക് ഒരു കൂടും കൂടെ എടുക്കാം. അപ്പം നമ്മുടെ സാധനം റെഡി ആയി. അവൻ ഉറങ്ങി കേട്ടോ. അവൻ ഓൾറെഡി ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഈ സാധനത്തിന്റെ പ്രത്യേകത ഇവന്മാരുടെ ഉറക്കമാണ് ഇവന്മാരുടെ മെയിൻ. ഇത് കണ്ടോ, വാല് മാത്രമേ കാണത്തുള്ളൂ. ഇത് കാണിച്ചെടുത്ത് വാല് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇവനെ എണീപ്പിക്കാം കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ അതിൽ ഇടാനായിട്ടുള്ള കൂടുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ കൂടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇടുവാണെങ്കിൽ അവനായിട്ട് ഓടിയൊക്കെ നടന്നോളൂ. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടോണ്ട് പോകണം ചേട്ടാ. വേണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബാക്കി പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ചേട്ടാ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 12,000 രൂപ. 12,000 രൂപയാണ് ഒരെണ്ണത്തിന്റെ പ്രൈസ്. സേഫാണ് കേട്ടോ, പോക്കറ്റ് എത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓസ്കാറിനെയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവർ വിചാരിക്കും നമ്മൾ ഓസ്കാറിനായിട്ടാ വന്നിരിക്കുന്നതെന്ന്. അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതിനെ കണ്ട മനസ്സിലാവത്തില്ല. വണ്ടിയോട് കയറ്റിക്കും. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. എനിക്ക് ഇപ്പോഴൊരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, ഇവരിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. നമ്മൾ ഓസ്കാറിന് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൂടും എടുത്ത് സെറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ജിനോജിനെ വണ്ടി ഓടിക്കാൻ കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ കയറി ഇരുന്ന് എനിക്കൊരു പേടി ഇല്ലാതില്ല. ഗൈസ്, നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പുള്ളി എൻ്റെ പോക്കറ്റിനകത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പുറത്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേറെ ചക്കരേ അല്ല, ഞാൻ പുറത്തെടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ വെക്കുവാണ് ഇവനത്. ഇത് കണ്ടോ, ഇവന് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടെ നമ്മളിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണത്. ഇത് കണ്ടോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം ഇതിനെ കാണാനായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഓസ്കാറാണെന്ന് വിചാരിച്ചാണ്. പിന്നെ വീട്ടിൽ ഞാൻ സെയിം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ പോക്കറ്റ് മങ്കിനെ മേടിക്കാൻ വേണ്ടി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് ഈ സാധനത്തിന് കാണുമ്പോഴേക്കും പോക്കറ്റ് മങ്കിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സാധനത്തെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. ആരുടെ കൈ തരണ്ടേ? ഇപ്പൊ കൈ ഇഷ്ടം പോലെ വരും കേട്ടോ. ഇതുണ്ടോ? അവൻ പേടിച്ചു. അവൻ പേടിയാതുണ്ട്. അവൻ അങ്ങനെ വെച്ചുണ്ടാക്കുന്നത്. ഇതെങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഇത് അണ്ണാൻ തന്നെ അല്ലല്ല, ഇതാണ് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്ന സാധനം. അതായത് പറക്കുന്ന അണ്ണാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ സാധനം രാത്രി പറക്കും. അതായത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പറന്ന് നമ്മുടെ അടുത്തോട്ടൊക്കെ വരും. ഇവ മേളിൽ ഇരിക്കുവാണെങ്കിൽ പറന്നിറങ്ങി വരും. ഇവൻ എടുത്ത് കാണിച്ച് അവന് പേടിയാവുന്നുണ്ട്. അവന് പേടിപ്പിക്കുന്നുണ്ട്. ഇച്ചിരി വലുതാവും. സാധനം എങ്ങനെയുണ്ട്? പിടിച്ചു നോക്കി എടുത്ത് ഒന്നും ചെയ്യത്തില്ല. ഇവൻ ഫുള്ളി ടൈംഡ് ആണ്. ഇത് കണ്ടോ? കുറച്ചുകൂടെ തടി വെക്കും. ഇച്ചിരി വലുതാവും. എടുത്തു നോക്കി അവന് പേടിപ്പിക്കാൻ എടുത്താൽ മതി. അവൻ ആ പേടിക്കുമ്പോഴാണ് ഒച്ച ഉണ്ടാക്കുന്നത്. ഇതുണ്ട് അവന്റെ ചിറക്. ജോബിനെ നീ ചോദിച്ചില്ല ഇവന്റെ ചിറക് എവിടെയാണ്? ഇവന്റെ ഈ കാലിന്റെയും കൈയുടെ ഇടയ്ക്കാണ് ഇവന്റെ ചിറക്. ഇതുണ്ടോ? പിടിക്കണ്ട. പോകത്തില്ല. അവൻ ഇച്ചിരി പേടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്ന പകലാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവൻ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പൊ അവനൊരു ചെറിയൊരു പേടിയുണ്ട്. ഇത് കണ്ടോ, അപ്പയുടെ ദേഹത്തിന് ഇവിടെ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന ഇത്രയും വലിപ്പമുണ്ട്. അപ്പൊ ഇവന്റെ പേരാണ്. അപ്പൊ നമ്മൾ അയ്യോ, ഇവൻ കരയുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ ഇവനെ ഇണക്കി എടുക്കുന്നതാണ് കേട്ടോ. ബാടാ മറ്റേ ഞാൻ ഇവനെ എടുക്കുവാണ് കേട്ടോ. ഇനി ആർക്കാ വേണ്ടേ? ചേച്ചിയുടെ എടുത്തിട്ടുണ്ട്. അപ്പൊ പോകട്ടെ. അവനോട് ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, ഇവനാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് മേടിക്കാൻ പറഞ്ഞോ, നമ്മൾ മേടിച്ചാണ് കേട്ടോ. അപ്പൊ വന്നേ, എല്ലാരും വന്നേ. മമ്മി ഡിസ്കവറി കണ്ടിട്ടുണ്ടോ? ഇല്ല. മമ്മി പിടിച്ച് എന്നാ തൊട്ട് നോക്കി. ഇതുണ്ടോ? ഇതാണ് അവന്റെ. മമ്മി ഇതിന് ഡിസ്കവറി പോലും കണ്ടില്ലെന്നാ പറഞ്ഞേ. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടു കാണത്തില്ല. അപ്പൊ ഇവന്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ. ഇതിനെ കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ജോബിന്റെ ക്യാമറ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷമാണ് നമ്മൾ ഇവന് പേരിടുന്നത്. കൂടുതലായിട്ടും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഐലൻഡുകളിലും കണ്ടുവരുന്ന ഈ ജീവിക്ക് ഷുഗർ ഗ്ലൈഡർ എന്ന് പേര് വരാനുള്ള കാര്യം, ഒന്നാമത്തേത് ഇവർക്ക് മധുരമുള്ള ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ ഇവയുടെ കാലിൻ്റെ ഇടയ്ക്ക് പറക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുഞ്ഞു മെമ്പറൈൻ ഉണ്ട്. 2 കാലിനോടും ചേർത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞു മെമ്പറൈൻ ഉപയോഗിച്ച് ഇവയ്ക്ക് ഏകദേശം 50 മീറ്റർ വരെ ഗ്ലൈഡ് ചെയ്യാൻ പോകാൻ സാധിക്കും. ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കാൻ വരുന്ന പ്രെഡേറ്റേഴ്സിൻ്റെ അടുത്ത് ഇവർക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറെക്കൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഗ്രൗണ്ട് ലെവലിലുള്ള പ്രെഡേറ്റേഴ്സിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇവയ്ക്ക് ഏകദേശം 50 മീറ്റർ വരെ ഗ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. ജനറ്റിക്കലി പറക്കുന്ന അണ്ണാനോട് ഇവയ്ക്ക് യാതൊരു സാമ്യം ഇല്ലെങ്കിൽ പോലും ഇവയുടെ ഹാബിറ്റും അപ്പിയറൻസും കണ്ടു കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്ക്വിറലുമായിട്ടും ഒത്തിരി സാമ്യമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനൊരു പെറ്റായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ചില സ്ഥലങ്ങളിലും ഇതിനെ വളർത്തുന്നത് ഇല്ലീഗലാണ്.
അപ്പൊ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിനെ എല്ലാരും കണ്ടല്ലോ. അപ്പൊ ആളിയൻ ഇവിടെ കിടന്ന് ഭയങ്കര ഉറക്കമാണ്. നമുക്ക് ഇതിനൊരു പേരിടണം. എല്ലാവരും ആലോചിക്കൂ, എല്ലാവരും ആലോചിക്കൂ. നല്ല അടിപൊളി പേര്. നമ്മുടെ തൊമ്മന്റെ പേര് ഭയങ്കര ഫേമസ് ആണ്, ചോട്ടുമോട്ട് ഫേമസ് ആണ്. അപ്പൊ ഇവന്റെ പേര് അത്രയും തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേരിടണം. എന്താ? അബുവോ? ദൈവമേ, അബു ഭീകരൻ. ടോമോ? ആ, ടോമോ. ഓക്കെ, മമ്മയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പേരായിരുന്നു മാമച്ചൻ. ഗൈസ്, മാമച്ചൻ ഇസ് എ ക്യൂട്ട് നെയിം. ജിനാശം വല്ലതും കിട്ടിയോ ചേച്ചി? എന്നാ തങ്കക്കുട്ടറോ? ഇവനെ കണ്ടിട്ട് തങ്കക്കുട്ടെന്ന് വിളിക്കാൻ ചേച്ചിക്ക് തോന്നിയ ചേച്ചി? പപ്പ മണിയൻ. മണിയൻ 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 കൊള്ളാമല്ലോ. പപ്പായിട്ട് പേര് മണിയൻ എന്നാണ് കേട്ടോ. മണിയൻ കേട്ടോ. ജോബിൻ പറയുന്നത് ഇതിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു മണിയൻ എന്ന് വിളിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? മണിയൻ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ? എന്തായാലും മണിയൻ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാണം വന്നോടാ നിനക്ക്? അത് പപ്പ എനിക്ക് തോന്നുന്നു തൊമ്മന് പേരിട്ട പപ്പയാണ് മണിയൻ. അപ്പൊ ഒഫീഷ്യലി നമ്മുടെ ഷുഗർ ഗ്ലൈഡർ ഇനി മണിയൻ എന്നറിയപ്പെടും. ഇത് കണ്ടല്ലോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുഖത്ത് നോക്കിയിട്ട് നല്ലൊരു സൗണ്ട്, ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടാ. ചേച്ചി ഇതിനെ അടിച്ചു മാറ്റാനുള്ള ചെലപ്പം അടിപൊളി. ഇതിനെ കുറച്ച് കൂടുതൽ പരിചയപ്പെട്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഞാൻ ഇത്രയും കുഞ്ഞിക്കായ എങ്ങനെ പരിപാലിച്ച് വളർത്തും എന്നുള്ളതാണ്. ഇവന് നമ്മൾ എന്തൊക്കെ തിന്നാൻ കൊടുക്കണമെന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കുഞ്ഞതല്ലേ, ഭയങ്കര രസമല്ലേ? അടിപൊളി സാധനം. അമ്മ പറഞ്ഞില്ലേ പാണ്ടയുടെ മുഖമായിട്ട് നല്ല സാമ്യമില്ലേ? കറക്റ്റ് ആട്ടോ, ഒരു പാണ്ടയുടെ മുഖത്തിന്റെ സാമ്യമുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ തുടർന്നുള്ള വീഡിയോസിൽ മണിയനും തൊമ്മനും പോത്തനും എല്ലാവരും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വലിയൊരു ബിഗ് ന്യൂസ് ഉണ്ട്. നമ്മളൊരു വലിയൊരു ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി പോവാ. ചിലപ്പോൾ യൂട്യൂബിന്റെ ചരിത്രത്തിൽ മലയാളത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഗീവ് അവേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഗ്വാനെ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാ. പോത്തനെ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാ. കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കത്തില്ല. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് പറഞ്ഞായിരുന്നു ഏതെങ്കിലും പെറ്റിന് ഗീവ് അവേ തരാനായിട്ട്. അപ്പൊ നമ്മുടെ കിളിക്കൂട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയതും ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയതും ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഇഗ്വാന അല്ലെ. അതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതിന്റെ വില ഏകദേശം 18,000 രൂപയാണ്. അപ്പൊ നമ്മൾ ഇഗ്വാനെ നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇഗ്വാന ഗീവ് അവേ ചെയ്യുന്ന വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ പുറകെ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇഗ്വാന ഗീവ് അവേ. മണിയാ വേണ്ട. അത് മാത്രമല്ല, നിങ്ങളിപ്പോ ലിങ്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് റെഡിയാണോ? ജോയിൻ റെക്കോർഡിംഗ് ഉണ്ടോ അല്ലേ? അയ്യോ, പ്രാവ് മേളിരിക്കുന്ന ഗൈസ്. ഞാനിപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് കിട്ടുന്നതാണ്. അത് മാത്രമല്ല 30 ദിവസം ബ്രോക്കേജ് ഫീസ് ഇല്ല. അവരുടെ വണ്ടിയാണ്. ബാ, പോക്കറ്റിലൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല ഗൈസ്, ചുമ്മാ അറിയാ. അവിടേക്ക് ഗൈസ് എനിക്കും കൂടെ ഒരു പേരിടണം. ഫൈനലി തൊമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ആലോചിക്കട്ടെ, വെയിറ്റ്. ഞാൻ എവിടേക്ക് എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല. മണിയനെ മയക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊമ്മനെ കണ്ടില്ലെന്ന് എല്ലാവരും പറയും. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ, ഒരു ഉമ്മ കൊടുത്ത് എല്ലാവർക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു തൊമ്മ. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, എല്ലാവരോടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഒരു ഉമ്മ കൊടുത്തേക്ക്. ഉമ്മ ഉമ്മ ഉമ്മ.